സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് CSE-ID ഉള്ളവർക്കും CSE-ID ഇല്ലാത്തവർക്കും IIPF സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. നിലവിൽ CSE-ID ഉള്ളവർക്ക് കൂടുതൽ ബാങ്കിംഗ് സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി BC സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ പുതിയതായി CSE-IDക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർക്കും BC സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആയതുകൊണ്ട് CSE-ID ഉള്ളവർക്കും CSE-ID ഇല്ലാത്തവർക്കും എങ്ങനെ ഓൺലൈനായിട്ട് BC സർട്ടിഫിക്കറ്റ് അഥവാ IIPF സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. മുമ്പ് CSE-ID എടുക്കുന്നതിന് വേണ്ടി BC സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയതായി CSE-ID അപ്ലൈ ചെയ്യുന്നവർക്ക് BC സർട്ടിഫിക്കറ്റ് നമ്പർ കൂടി ആപ്ലിക്കേഷനിൽ അടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ആയതുകൊണ്ട് തന്നെ പുതിയതായി CSE എടുക്കുന്നവരെല്ലാവരും ഈ BC സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് അതിന്റെ എക്സാം പാസ്സായതിനു ശേഷം ആ BC സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷമാണ് CSE-IDക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ടെക് സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു CSE-IDക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. IIPF സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യം വന്നിരിക്കുന്നതിനാൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം ഒരു പ്രോസസ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CSE-ID നിലവിൽ ഉള്ളവർക്ക് BC സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ആദ്യം കാണിക്കാം. CSE-ID ഉള്ളവര് ഡിജിറ്റൽ സേവ കണക്ട് ഓപ്പൺ ചെയ്ത് ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്യാപ്ച എൻ്റർ ചെയ്ത് CSE-ID ഓപ്പൺ ചെയ്യുക. അതിനുശേഷം CSE ഡിജിറ്റൽ സേവ പോർട്ടലിൽ സെർച്ച് ഓപ്ഷനിൽ എക്സാമിനേഷൻ എന്നത് സെർച്ച് ചെയ്ത് എക്സാമിനേഷൻ ഫീ എന്നത് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഫോം വരുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ അഡ്രസ് ഫസ്റ്റ് ലൈന്, അഡ്രസ് സെക്കൻഡ് ലൈന്, അഡ്രസ് 3 ലൈന് ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് HSC ആണോ SSC ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഇമെയിൽ ID, കൃത്യമായ ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ലാൻഡ് ഫോൺ നമ്പർ ആണ് ആദ്യം ചോദിക്കുന്നത്, അത് ഓപ്ഷനിലാണ്. അതിനുശേഷം മൊബൈൽ നമ്പർ മസ്റ്റ് ആണ്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസോ അതല്ലെങ്കിൽ പാൻ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഏതെങ്കിലും ഈ 3 ID പ്രൂഫിൽ ഏതെങ്കിലും ഒരു പ്രൂഫ് സെലക്ട് ചെയ്ത് അതിന്റെ നമ്പർ എൻ്റർ ചെയ്ത് ആ പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഇമേജിന്റെ മാനദണ്ഡങ്ങൾ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ഫോട്ടോയുടെ സൈസും സിഗ്നേച്ചറിന്റെ സൈസും ചെയ്തിട്ട് വേണം ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എക്സാം ഡീറ്റെയിൽസ് ആണ്. എക്സാം ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇവിടെ വരുന്നത് എക്സാമിന്റെ ലാംഗ്വേജ് ഏതാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മലയാളം മീഡിയം സെലക്ട് ചെയ്യാം. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന്റെ സെന്റർ ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഏറ്റവും അടുത്ത എക്സാം സെന്റർ ഏതാണോ എന്ന് വെച്ചാൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടെത്തുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ഇത് കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം ഓൾ ഇന്ത്യ ബേസിലാണ് ഇവിടെ എക്സാം സെന്റർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ ജില്ലയാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ കേരളത്തിലെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ജില്ല ഏതാണ് അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വയനാട്, അതുപോലെ തന്നെ അങ്ങനെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജില്ലകളെ കാണാൻ സാധിക്കും. തിരുവനന്തപുരം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ജില്ലയാണ് നിങ്ങൾ എന്ന് വെച്ചാൽ അത് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തൃശ്ശൂർ സെലക്ട് ചെയ്തു. ഇനി അടുത്തത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ജില്ലയിലെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത എക്സാം സെന്റർ ഏതാണ് അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. CSE അക്കാഡമിയിലാണ് ഈ എക്സാം നടക്കുക. CSE അക്കാഡമി ഉള്ള CSE സെന്ററോ അല്ലെങ്കിൽ അക്ഷയ സെന്ററോ അതുപോലുള്ള സെന്ററുകളിലാണ് ഈ എക്സാം സെന്റർ വരിക. അപ്പോൾ നമ്മുടെ ജില്ലയിലെ ഏതൊക്കെ എക്സാം സെന്റർ ഉണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് ഇവിടെ കാണാം. ആ ലിസ്റ്റിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഏതാണോ സെന്റർ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സെന്റർ ഏറ്റവും അടുത്തുള്ള സെന്റർ ഏതാണോ അവിടെ നമ്മൾ മൗസ് കൊണ്ടു ചെല്ലുമ്പോൾ അവിടെയുള്ള ഫുൾ അഡ്രസ്സ്, ആ സെന്ററിന്റെ ഫുൾ അഡ്രസ്സ് അവിടെ എഴുതി കാണിക്കും. മാത്രമല്ല ആ സെന്ററിലെ മൊബൈൽ നമ്പറും അവിടെ എഴുതി കാണിക്കും. ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ
സെന്ററിലെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് നമ്മൾ അവരോടൊരു കൺഫർമേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഡേറ്റും ടൈമുമാണ്. അവരുടെ സൗകര്യപ്രദമായ ഒരു ഡേറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റ് സെലക്ട് ചെയ്യരുത്. അവരുടെ സൗകര്യവും നോക്കണം. അവിടെ ഓണർ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം, അതിന്റെ മെയിൻ ആള് അവിടെ ഉണ്ടായിരിക്കണം ഈ ഒരു എക്സാമിന്. അപ്പോൾ ആളെ സൗകര്യം ഒക്കെ നോക്കിയിട്ട് വേണം ആ ഡേറ്റ് സെലക്ട് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ആ നമ്പറിലേക്ക് വിളിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഈ സെന്ററും അതുപോലെ തന്നെ ഡേറ്റും ടൈമും സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഈ സ്ക്രൈബ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എക്സാം എഴുതാൻ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ആക്സെപ്റ്റ് ടിക്ക് ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് പ്രിവ്യൂ ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 800 പ്ലസ് GST ആണ് ആ പേയ്മെന്റ് നമ്മുടെ CSE ഡിജിറ്റൽ സേവ പോർട്ടലിലെ ബാലൻസിൽ നിന്ന് ആ ബാലൻസ് കട്ടാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡിജിറ്റൽ സേവ പോർട്ടലിന്റെ വാലറ്റ് ബാലൻസിൽ ഈ എമൗണ്ട് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ പാസ്വേഡും അതിന്റെ MPIN-ഉം ബാലൻസ് കട്ടാവുന്ന MPIN-ഉം എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ നിന്ന് ഈ എമൗണ്ട് നഷ്ടപ്പെടും. അതിനുശേഷം നമുക്ക് ഹോൾ ടിക്കറ്റ് പ്രിന്റ് എടുക്കാൻ കഴിയും. ഇമെയിലിലേക്കും ഹോൾ ടിക്കറ്റ് വരും. ഹോൾ ടിക്കറ്റ് പ്രിന്റ് എടുത്ത് ആ ഹോൾ ടിക്കറ്റുമായിട്ടാണ് നമ്മൾ ഈ എക്സാം സെന്ററിലേക്ക് ഈ ദിവസം ചെല്ലേണ്ടത്. ചെല്ലുമ്പോൾ ഹോൾ ടിക്കറ്റ് കയ്യിൽ കരുതുക. അതിനോടൊപ്പം ഈ എക്സാമിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക. അടുത്തതായി CSE ID ഇല്ലാത്തവര് എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ചെയ്യും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. CSE ID ഇല്ലാത്തവര് IIBF എക്സാം അപ്ലൈ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാം. എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫോർ നോൺ മെമ്പർ അല്ലാത്ത ഒരു വ്യക്തി. ഈ ലിങ്കിലൂടെയാണ് CSE ID ഇല്ലാത്തവര് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ കണ്ടതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫില്ല് ചെയ്യുക. ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട് CSE ID ഉള്ളവര് എങ്ങനെ ഫില്ല് ചെയ്യും ആ ഒരു ഭാഗത്ത് വിശദമായി വിവരിക്കുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്ത് പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അത് പോയി കാണണം. സെയിം പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ ആ ഒരു ഫില്ല് ചെയ്യേണ്ട പ്രോസസ്സ് വിവരിക്കാത്തത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും എടുത്തു പറയുന്നത്, ആ എക്സാം സെന്റർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ എക്സാം സെന്ററിലേക്ക് വിളിച്ച് ഒന്ന് കൺഫേം ആക്കേണ്ടത് നിർബന്ധമാണ്. അതിനുശേഷം ഡിക്ലറേഷൻ ആക്സെപ്റ്റ് ചെയ്ത് ക്യാപ്ച അടിച്ച് പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇവിടെ പ്രിവ്യൂ ആൻഡ് പ്രൊസീഡ് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആ എമൗണ്ട് ഇതിൽ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഹോൾ ടിക്കറ്റ് ലഭിക്കുകയും നമ്മൾ ആ ദിവസം എക്സാമിന് അവിടെ എത്തേണ്ടതാണ്. ഇത് പൂർണ്ണമായിട്ടും ഓൺലൈൻ ആയിട്ടാണ് അവിടെ എക്സാം നടക്കുക. ആയതുകൊണ്ട് നമ്മുടെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നന്നായി പഠിച്ച് എക്സാമിന് പോകാൻ ശ്രമിക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. PDF-ന്റെ ആ സൈറ്റിൽ കയറി ആ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പഠിക്കാൻ സാധിക്കും. ആ രീതിയിലും നമുക്ക് ഈ എക്സാമിന് തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കും. IIBF എക്സാം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഓൺലൈനായി ചെയ്യേണ്ട സേവനങ്ങളുടെ വിശദ വിവരങ്ങൾ അടങ്ങിയ വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി.